കുറച്ച് 2-3 ദിവസങ്ങളായിട്ട് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഷാർജയിലൊരു കുട്ടി കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് പല തരത്തിൽ കമൻസ് വരുന്നു. അപ്പം പല ആൾക്കാരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ജോലിയില്ലായിരുന്നോ, എന്തിനിങ്ങനെ ചെയ്തത്, കൊച്ചിനെ എന്തിനാണ് കൊന്നത്, ഈ മരിക്കാൻ കാണിച്ച എൻ്റെ 1/3 മതിയായിരുന്നല്ലോ ജീവിക്കാൻ. അതെനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. കാരണം മരിക്കാൻ ഒരു നിമിഷമായിരിക്കും ചിന്തിച്ചത് ആ ടൈമിൽ മാത്രമാണ്. ഓക്കെ, ആ ടൈമിൽ അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അവരൊന്നും അറിയണ്ടല്ലോ. പക്ഷേ ഈ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ മരിക്കാനുള്ള എടുത്ത ആ ധൈര്യം എല്ലാ ദിവസവും അവളെടുക്കണം. അത് ഈസിയല്ല. ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അപ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അമ്മയെ വിഷമിപ്പിക്കണ്ട എന്നൊക്കെ. പക്ഷേ അതിൽ ഞാൻ പറയുന്നത് 100% പേരൻസ്. നമ്മളെല്ലാവരും കുഞ്ഞില്ലാത്തവരുണ്ട്. കുഞ്ഞുങ്ങളുള്ളവരുടെ കാര്യം ഞാൻ പറയാം. നമ്മുടെ മക്കളുടെ മുഖം ഒന്ന് മാറിയാൽ, അവരുടെ സൗണ്ട് ഒന്ന് മാറിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ, എന്താ മോളെ, എന്താ പറ്റിയേ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കണം. രണ്ടാമത്തെ കാര്യം, പെൺമക്കൾക്കാണെങ്കിലും ആൺമക്കൾക്കാണെങ്കിലും എന്ത് പ്രശ്നം വന്നാലും തുറന്ന് പറയാൻ പറ്റണം. അല്ലാതെ അയ്യോ അമ്മ വിഷമിക്കും, അല്ലെ അപ്പം വിഷമിപ്പിക്കും, അല്ല അപ്പനെ വിഷമിപ്പിക്കണ്ട എന്നൊക്കെ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ അതല്ല. അവരുടെ ലൈഫ് നിങ്ങളാണ്. ഓക്കെ, അതായത് മക്കളാണ് അവരുടെ ലൈഫ്. അപ്പോൾ അവർ ഒരുപാട് വിഷമങ്ങൾ കണ്ടു വന്നവരാണ്. നിങ്ങളുടെ ജീവൻ എടുക്കാൻ തക്കവണ്ണമുള്ളൊരു വിഷമം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അത് മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാണ്, എന്താ എൻ്റെ മക്കൾക്ക് ഇത്രയും വിഷമമുണ്ട്, എന്നാലും കടിച്ചു തൂങ്ങി അവിടെ നിൽക്കാൻ പറയരുത്. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അവർ വന്ന് ഒരു ജോലി എടുത്തിട്ട് ധൈര്യമായിട്ട് നിൽക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കണം. ആ കുട്ടി പലതും തുറന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്, അമ്മ വിഷമിക്കുക, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ അത് അമ്മയെന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് 2 പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും. ഇപ്പോൾ ആൺകുട്ടികൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, വീട്ടിൽ തുറന്ന് പറയാൻ പറ്റില്ല. പെൺകുഞ്ഞുങ്ങളെപ്പോലെ ആൺകുട്ടികൾക്ക് തുറന്ന് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പേരൻസിനോട് കാര്യങ്ങൾ തുറന്ന് പറയുക, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരിയോടോ ബന്ധുക്കളോടോ തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇവരൊക്കെ അത് കഴിയുമ്പോൾ, നിങ്ങളുടെ മരണം കഴിയുമ്പോൾ അവർ പറയും അയ്യോ എനിക്കറിയില്ലായിരുന്നു, പറഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്തേനെ. ചുമ്മാതെ. അപ്പോൾ ആർക്ക് പോയി